തൃശൂർ കോട്ടശ്ശേരി പഞ്ചായത്തിലെ കുണ്ടുകുഴി പാടത്തെ അനധികൃത തെരുവ് നായ സംരക്ഷണ കേന്ദ്രം പൊതുജനങ്ങൾക്ക് ശല്യമെന്ന് പരാതി. കേന്ദ്രം അടച്ചുപൂട്ടണം എന്ന ആവശ്യം ശക്തമായി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. ഏകദേശം 40ഓളം തെരുവു നായകളെയാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രത്തിന് ലൈസൻസോ മറ്റ് അനുമതികളോ ഇല്ലെന്നാണ് പരാതി. നായ്ക്കളെ മറ്റിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ നിന്നുള്ള ദുർഗന്ധവും മാലിന്യങ്ങളുമാണ് പരിസരവാസികൾക്ക് ദുരിതമായി മാറുന്നത്. കോഴികളുടെയും മറ്റ് മാംസത്തിന്റെയും അവശിഷ്ടങ്ങളും മലിനജലവും ദുർഗന്ധവും കാരണം നിരവധി പേർ ശ്വാസമുട്ടലടക്കമുള്ള രോഗങ്ങളുടെ പിടിയിലായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. മുഖ്യമന്ത്രിക്കും കളക്ടർക്കുമൊക്കെ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 3 പട്ടിയൊക്കെ ഉള്ള വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് 10-42 പട്ടിയൊക്കെ ഒരു വീട്ടില് നടത്തി നാട്ടുകാർക്ക് ദ്രോഹമായിട്ട് പഞ്ചായത്തിൽ പല പ്രാവശ്യം കംപ്ലൈന്റ് ചെയ്താണ്. അതായത് ഇത് ഇവിടുന്ന് ഒഴിപ്പിക്കണം. ഇവിടെ ജനങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ ഇത്ര ആൾക്കാർ കൂടിയില്ലേ, ഇതിനും കൂടുതൽ ആൾക്കാർ കൂടും. ഇത് പണ്ടറം മുഴുവൻ തല്ലി പൊളിച്ച് കാട്ടികളയും. അതാണ് ഇവിടെ ജനങ്ങൾ ഇനി പറയാൻ പോണത്. കാരണം നിയമവശത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കി ജില്ലാ കളക്ടർ അടുത്ത് വരെ പോയി. ഇവരൊക്കെ ഒരു സ്ത്രീ രാവിലെ പണിക്ക് പോയിട്ട് വൈകുന്നേരം വരുന്ന ഒരു സ്ത്രീ രാവിലെ തുടങ്ങി ജില്ലാ കളക്ടറുടെ അടുത്തേക്ക് പോകണം. അവര് വീട്ടിൽ അരി മേടിക്കേണ്ടതാണത്. അങ്ങനെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരാളുടെ ബോധക്കുറവ് മൂലം നമ്മുടെ നാട് മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുക. തെക്കുംകര കിഴക്കേത്തുകൂടി ജയശ്രീയുടെ സ്ഥലത്താണ് സംരക്ഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. നായ്ക്കളുടെ കുരയും മറ്റും കാരണം സമീപത്തെ ക്ഷേത്ര ചടങ്ങുകൾക്ക് വരെ തടസ്സം നേരിടുന്നതായും പരാതിയുണ്ട്. സംഭവത്തിൽ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. എത്രയും പെട്ടെന്ന് കേന്ദ്രം അടച്ചുപൂട്ടണമെന്നാണ് ആവശ്യം. അമൃത ന്യൂസ്, തൃശൂർ.